ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോളജിയുമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല കമൻസുകളും അഭിപ്രായങ്ങൾ ലഭിക്കുന്നതിൽ സന്തോഷം. ഒരുപാട് പേര് ഇൻഡിവിജ്വലായിട്ട് ജ്യോതിഷപരമായിട്ട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഞാൻ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രൊഡിക്ഷൻസ് അയച്ചു തരുന്നതാണ്. സോ എൻ്റെ ലാസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ലാസ്റ്റ് പ്രൊഡിക്ഷൻ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഇലക്ഷൻ പ്രൊഡിക്ഷൻ ആയിരുന്നു. ദേവി അത് മനസ്സിലാക്കുക, അതിൽ പൊളിറ്റിക്സ് ഇല്ല. ആര് ജയിച്ചിട്ടായാലും നല്ലതൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പിന്നെ പൊളിറ്റിക്സ് എന്നുള്ളൊരു വശമല്ലായിരുന്നു. ശരിക്കും അത് എന്തുകൊണ്ട് ആ ഒരു വീഡിയോ എന്നെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈവൻ അതൊരു എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പോലും പറയാൻ പറ്റിയില്ല. ഈവൻ ന്യൂസ് പേപ്പർ ചാനൽസ്, അവരാണ് സമൂഹമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അവർ പോലും കൃത്യമായിട്ട് ആര് ജയിക്കുമെന്നൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റിയില്ല. അത്രയും ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അവിടെയാണ് ഒരു പ്രഡിക്ഷൻ നമ്മൾ പറയുമ്പോൾ നമുക്കതിനൊരു ഒരു വാല്യൂ കിട്ടുക. അല്ലാതെ നമുക്ക് 100% ജയിക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലല്ല നമ്മൾ പ്രഡിക്ഷൻ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം സ്വാഭാവികം അൻവറിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നൊന്നും ആർക്കും ഒരു ധാരണയില്ലാത്ത സമയം. അതുകൊണ്ട് തന്നെ ആരും മുതിർന്നില്ല. കുറേ പേര് സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞു, കുറേ പേര് ഈവൻ അൻവർ ജയിക്കുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് BJPയുടെ വോട്ടും അറിയാം, BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. സോ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റിന് സ്ട്രോങ് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഈ അൻവറിന് ഇവിടുത്തെ വോട്ട് എടുക്കും, എങ്ങോട്ട് മറിയുമെന്ന്. സോ അതുകൊണ്ട് ആര് ജയിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നടത്തിയിട്ടില്ല. അവസാന നിമിഷം വരെയും, വോട്ടെണ്ണുന്നത് വരെയും അതൊരു ഒരു ഒരു സീക്രട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആർക്കും അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനല്ല എനിക്കൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റി. അവിടെയാണ് ഞാൻ എൻ്റെ സ്കില്ല് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അതായത് നമ്മൾ പഠിച്ച കാര്യം പ്രാവർത്തികമാക്കാൻ നേരത്തെ അത് റിയാലിറ്റി ഉണ്ടോ. ഒരു 10-60,000 സബ്സ്ക്രൈബേഴ്സും വെച്ച് ഞാനൊരു ചാനൽ നടത്തിയിട്ട് ഞാൻ അതിൽ വന്നിരുന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഡിലീറ്റ് ചെയ്ത് ചാനലും പൂട്ടി പോവുക. കാരണം എൻ്റെ പ്രധാന കാര്യം ഇതൊരു എനിക്കൊരു വരുമാനമല്ല, വരുമാന മാർഗമായിട്ടല്ല കാണുന്നത്. എൻ്റെ പാഷനാണ്. ആസ്ട്രോളജി പഠിക്കുക എന്നുള്ളൊരു പാഷനായിരുന്നു. പഠിച്ചു പറയുന്നത് ഇതൊക്കെ ഒരു പാഷനാണ്. അതിനപ്പുറത്ത് ഇതൊരു വരുമാന മാർഗമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഇതെൻ്റെ ഒരു വരുമാന മാർഗമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതെൻ്റെ ഒരു പാഷനാണ്. ഇത് ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നാത്തൊരു പാഷൻ. ഇഷ്ടമാണെന്തോ ഈ ആസ്ട്രോളജി പഠിക്കാനും അതൊന്ന് പ്രഡിക്ഷൻ ചെയ്ത് പറയാനും ഭഗവാനോട് കൂടുതൽ അടുക്കാനും ഒക്കെ ഉള്ളൊരു ഇഷ്ടം. നമ്മൾ പറയില്ലേ, ഹോബി എന്നൊക്കെ പറയില്ലേ, വേണമെങ്കിൽ അതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. സോ എന്തായാലും ഞാൻ നടത്തിയൊരു പ്രഡിക്ഷൻ അത് വളരെയധികം കറക്റ്റായതിൽ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല എനിക്ക് പ്രഡിക്ഷൻ നടത്തി ശരിയാവുന്നത്. മീൻസ് ഒരുപാട് പേരെ ഹൊറോസ്കോപ്പുകൾ ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരും അതിൽ അതിശയം കൊണ്ടിട്ടും ഒക്കെ ഉള്ളൊരു സന്ദർഭം ഇഷ്ടംപോലെ കടന്നു വന്നിട്ടുണ്ട് ജീവിതത്തിൽ. സോ അതുകൊണ്ട് എനിക്കിതിൽ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ ചെയ്ത ആദ്യത്തെ ഒരു വീഡിയോ ആയിരുന്നു. അത് വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം. തുടർന്നും ഞാൻ പ്രഡിക്ഷൻസ് പറയും. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആവത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആസ്ട്രോളജി പഠിക്കാൻ പോയതും. ആ ഒരു മൂർത്തിയെ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് നിർത്തി ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്നൊരു ഫ്ലോപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഫ്ലോപ്പ് ഉണ്ടായാൽ നമുക്ക് നമ്മുടെ വഴി തീർന്നു എന്ന് മനസ്സിലാക്കി മാറുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഇതിൽ പറയാനുള്ളൂ. ദൈവീയ പൊളിറ്റിക്സ് ഒന്നും കാണരുത്. ഇതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ആണ്. അതിൻ്റെ ആ സ്പിരിറ്റിൽ എടുക്കുക. കുറേ പേര് ചോദിച്ചു ഇത് ഫോൾട്ടാണെങ്കിൽ നീ നിർത്തി പോകുമെന്നൊക്കെ ചോദിച്ച കുറേ പേരുണ്ട്. ഞാൻ അന്ന് വെറുതെ പറഞ്ഞതല്ല, ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണത് വെറുതെ അല്ല. ഇനിയും ഞാൻ അടുത്ത ഇലക്ഷനൊക്കെ ഒരുപക്ഷെ പ്രഡിക്ഷൻസ് ഇടാൻ സാധ്യതയുണ്ട്. അത് പാർട്ടി ബേസ്ഡ് ഒന്നുമല്ല. കാരണം അങ്ങനെ പാർട്ടി ബേസ് ചെയ്ത് എനിക്ക് പ്രഡിക്ഷൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് റിസൾട്ട് വരുമ്പോൾ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുക. സോ പ്രഡിക്ഷൻസ് ഇനിയും ഞാൻ ഇടും. അതും ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞിട്ടാണ്. എത്രത്തോളം കാലം അതെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ ആസ്ട്രോളജിയിൽ എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിൽ വരുമെന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻസ് എനിക്ക് പറയാനായിട്ടുള്ള ഭയമോ ഒന്നുമില്ല. കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ വരുമാന മാർഗ്ഗമോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ബിസിനസ്സോ വരുമാന മാർഗ്ഗമോ ഒന്നും അല്ലാത്തടത്തോളം ഇറ്റ്സ് ഓക്കെ. സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ അത് നല്ല മീനിങ് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആരെയും ടെൻഷൻ അടിപ്പിക്കാതെ വളരെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഭഗവാൻ ഒരുപാട് നന്ദി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹൊറോസ്കോപ്പ് ഇതിൽ തന്നെ ഞാൻ നോക്കി അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് എനിക്കറിയാം. അതിലൊക്കെ സന്തോഷം. തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.